ഇൻഷാ അല്ലാഹ് മുഹറം 9 താസുആഇൻ്റെ നോമ്പ് അടുത്ത വ്യാഴാഴ്ചയും ആശുറാഇൻ്റെ നോമ്പ് മുഹറം 10ൻ്റെ നോമ്പ് വെള്ളിയാഴ്ചയുമായിരിക്കും. മുഹറം 1 മുതൽ 11 വരെ തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുന്നത് സുന്നത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആശുറാഇൻ്റെ നോമ്പ്. ഒരു വർഷത്തെ തെറ്റ് അള്ളാഹു പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. എല്ലാവരും അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലവരുമായി എപ്പോഴും കൂട്ടുകൂടണം. മോശം ആളുകളോട് കൂട്ടുകൂടിയാൽ നമ്മളും വളരെ മോശമായി പോകുമെന്നാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഫുട്ബോൾ സീസൺ ആയതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഏത് കവലകളിലും റോഡ് സൈഡിലും ചെന്ന് നോക്കിയാൽ വലിയ വലിയ കൂറ്റൻ കട്ടൗട്ടുകളും ഫ്ലക്സുകളും ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അത് കർണാടകത്തേക്ക് അങ്ങനെ പടർന്നിട്ടില്ല, എന്നാലും അത് പടരുമെന്നാണ് തോന്നുന്നത്. കേസ് റോഡെല്ലാം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ ഈ കളിക്കാരുടെ ഫോട്ടോയും ഫ്ലക്സും അതിനെല്ലാം എത്രയാ ചെലവുകൾ റബ്ബേ. ലക്ഷക്കണക്കിന് റുപ്യ ചെലവാക്കിയിട്ടാണ് ഒരു ഫായിദയും ഇല്ലാതെ ഒരു ഗുണവും ഇല്ലാതെ നമ്മളെ ചെറുപ്പക്കാർ രാത്രി ഉറക്കൊഴിച്ചിട്ട് ഈ ഫ്ലക്സും കട്ടൗട്ടുകളൊക്കെ തൂക്കിക്കെട്ടുന്നു. ഇങ്ങനെ ഒരു ഫായിദയും ഇല്ലാതെ ആളുകൾ മറ്റുള്ളവരോട് സ്നേഹം വെച്ച് അതിനുവേണ്ടി സമ്പത്തും ആയുസ്സും ചെലവാക്കുന്നതിനെ പറ്റി മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്തും ഉണ്ടായിരുന്നു ഇങ്ങനെ ചില ഭ്രാന്തന്മാർ. അറിയപ്പെട്ട കുറേ ശുജായികൾ ഉണ്ടായിരുന്നു. അവരോടുള്ള മഹബത്ത് മൂത്ത് അവരെ താളീമ് ചെയ്ത് അവരെ ബഹുമാനിച്ച് അവരുടെ പദവികൾ ലോകത്തിൻ്റെ മുന്നിൽ സ്ഥാപിക്കാൻ വേണ്ടി കുറേ സമ്പത്ത് ചെലവഴിച്ചിരുന്ന ആളുകൾ പഴയ കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ മനഃശാസ്ത്രമടക്കം മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും അള്ളാഹുവിനോടാണ് ഏറ്റവും കൂടുതൽ മഹബത്ത് ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാം, മനുഷ്യന്മാർക്ക് മറ്റൊന്നിനോട് മഹബത്ത് വരാൻ, സ്നേഹം വരാൻ 2 റീസണാണുള്ളത്, 2 കാരണമാണുള്ളത്. ഒന്ന് ലദ്ദത്തും മറ്റൊന്ന് കമാലും. ആനന്ദം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും മഹബത്ത് ഉണ്ടാവാനുള്ളൊരു കാരണമാണ്. നമുക്ക് ഭക്ഷണത്തോട് ഇഷ്ടമുണ്ട്. എൻ്റെ ഭക്ഷണം വലിയൊരു ലദ്ദത്താണ്, ഒരു ആനന്ദമാണ്. പെണ്ണിന് ആണിനോടും ആണിന് പെണ്ണിനോടും സ്നേഹം ഉണ്ടാവും. എന്താ കാരണം? അതൊരു തരം ലദ്ദത്താണ്, ഒരു തരം സുഖമാണ്, ഒരു തരം ആനന്ദമാണ്. അപ്പം ലദ്ദത്ത് എന്ന് പറയുന്നത് മഹബൂബത്താണ്, ആളുകൾ ഇഷ്ടം വെക്കുന്ന ഒരു സംഗതിയാണ്. രണ്ടാമതായി റാസിമാൻ പറയാ, മറ്റൊന്ന് ആളുകൾക്ക് മറ്റൊന്നിനോട് മഹബത്ത് വരാനുള്ളൊരു കാരണം കമാലാണ്, പൂർണ്ണതയാണ്. അതായത് പൂർണ്ണത നേടിയ ആളുകളെ ഇഷ്ടം വെക്കുക എന്ന് പറയുന്നത് അതൊരു പ്രകൃതി സ്വഭാവമാണ്. നമ്മൾ മഹാന്മാരായ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും സ്നേഹിക്കുന്നുണ്ടല്ലോ. അതെന്തിൻ്റെ പേരിലാ? അത് അവർ പൂർണ്ണരാണ് എന്ന വിശ്വാസത്തിൻ്റെ പേരിലാണ്. അതുപോലെ ഭൗതികന്മാരായ ആളുകളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അത് അവർ ആ വിഷയത്തിൽ പൂർണ്ണരാണ് എന്ന വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. എന്നിട്ട് അതിന് റാസിമാം ചില ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. പണ്ട് പേർഷ്യയിൽ റുസ്തം, അതേപോലെ തന്നെ വേറെ ചില ആളുകളെ പേരൊക്കെ ഉദ്ധരിച്ചിട്ട് റാസിമാം പറയുന്നുണ്ട്, അവരൊക്കെ വലിയ ധീരരായി ലോകം അറിയപ്പെട്ടു. അപ്പൊ അവരുടെ ചരിത്രം പിൻകാലക്കാർ വായിക്കുമ്പോൾ ധീരതയിലുള്ള അവരുടെ പൂർണ്ണത മനസ്സിലാക്കി ആളുകൾ ഒരുപാട് അവരെ സ്നേഹിച്ചിരുന്നു. എത്രയോ ഫാൻസുകൾ ഈ റുസ്തം പോലത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് റാസിമാൻ പറയാ, അത് യബ്ലുഗു ദാലിക്കൽ മൈലു ഇലാ ഇൻഫാഖിൽ മാലിൽ അളീമി ഫീ തഖ്രീരി തഅളീമിഹിം, അവരോടുള്ള മഹബത്ത് കൂടി, അവരോടുള്ള ബഹുമാനം കൂടി, അവരുടെ പദവി ലോകത്തിൻ്റെ മുന്നിൽ സ്ഥാപിക്കാൻ വേണ്ടി എത്രയോ സമ്പത്ത് വരെ അവരോടുള്ള മഹബത്തിൻ്റെ പേരിൽ ആളുകൾ ചെലവാക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പക്ഷേ റാസിമാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഫായിദയും ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കമാലിയത്ത് കണ്ടിട്ടത് ഭൗതികമായ കമാലിയത്താണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ് നമ്മൾ സമ്പത്ത് ചെലവാക്കുന്നതെങ്കിൽ, അവരോട് മഹബത്ത് വെക്കുന്നതെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് ഭൗതികമായൊരു ഗുണമില്ല എന്നല്ല. റുബ്ബമാ നഅ്തഖിദു അന്ന തിൽക്കൽ മഹബ്ബ, ആ സ്നേഹം അത് മാസിയത്തുൻ, അത് തെറ്റാണ്.
ഭൗതികമായ അവരുടെ കമാലിയത്ത് കണ്ടിട്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നതെങ്കിൽ നമുക്കതിന് ഭൗതികമായൊരു ഗുണമില്ല എന്നുള്ള കാര്യം ഉറപ്പ്. എന്നല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത, അവൻ പൊരുത്തപ്പെടാത്ത തെറ്റായ മഹബത്താണ് എന്ന് പഴയകാല ശുജാഇകളെ ഇഷ്ടം വെച്ചിരുന്ന ആളുകളെ പറ്റി പറഞ്ഞിട്ട് റാസി ഇമാം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, സ്നേഹമുണ്ടാവാൻ 2 കാരണങ്ങളാണ് റാസി ഇമാം പറയുന്നത്. ഒന്ന് ലദ്ദത്തും മറ്റൊന്ന് കമാലും. എന്നിട്ട് റാസി ഇമാം പറയാ, നിങ്ങൾ ഒരാളുടെ ധീരത കണ്ടിട്ട്, അയാളുടെ കഴിവ് കണ്ടിട്ട് നിങ്ങൾ അയാളെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ പടച്ചറബിനെ എന്തുകൊണ്ടും സ്നേഹിക്കണമല്ലോ. കാരണം അല്ലാഹുവിന് ഇല്ലാത്ത ഒരു കഴിവില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുർആൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നതാണ്, സർവ്വതിനും കഴിവുള്ളവനാണ് നിങ്ങളുടെ സിട്ടാവായ റബ്ബ്. കഴിവ് കണ്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പടച്ചവനെ സ്നേഹിച്ചോ. ഒരാൾക്ക് അറിവുണ്ട് എന്നതിന്റെ പേരിലാണ് നിങ്ങൾ അയാളെ സ്നേഹിക്കുന്നതെങ്കിൽ പടച്ചറബിനെ സ്നേഹിച്ചു. വഹുവ ബികുല്ലി ഷൈഇൻ അലീം. എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിവുള്ളവനാണ് സർവശക്തനായ അല്ലാഹു. ഇനി പോരായ്മകളൊന്നുമില്ലാത്ത, കുറ്റങ്ങളൊന്നുമില്ലാത്ത തികഞ്ഞ മനുഷ്യനാണ് എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിച്ചോ. വഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്ദൂസാണ്. ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ എന്താ? അത്വാഹിറു അമ്മാ ലാ യലീഖു ബി. അനുയോജ്യമല്ലാത്ത ഒന്നുമില്ലാത്തവനിൽ എല്ലാത്തിൽ നിന്നും സംശുദ്ധൻ. സലാം എന്ന് പറഞ്ഞാൽ ദുസ്സലാമത്തി അനിൻ നഖായിസ്. ഒരു പോരായ്മയും ഇല്ലാത്തവൻ, കുറവുമില്ലാത്തവനാണ് അല്ലാഹു. അതുകൊണ്ട് ഒരാൾ പൂർണ്ണനാണ്, ഫാൾട്ടുകളില്ലാത്തവനാണ് എന്നർത്ഥത്തിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പടച്ച റബ്ബിനെ സ്നേഹിച്ചോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അക്മലുൽ കാമിലീൻ, പൂർണ്ണരിൽ ഏറ്റവും പൂർണ്ണനാണ്, ഒരു പോരായ്മയും ഇല്ലാത്തവനാണ്. അതുകൊണ്ട് ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അന്നൽ മഹ്ബൂബൽ ഹഖ് ഹുവ അല്ലാഹു സുബ്ഹാനഹു, ഏറ്റവും സ്നേഹം കൊടുക്കാൻ അർഹതപ്പെട്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് റാസി ഇമാം പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണത ഒരാൾക്ക് കിട്ടി എന്നതാണ് അയാളെ സ്നേഹിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് ആളുകൾ മനസ്സിലാക്കുമ്പോൾ, അതെ, ഇപ്പോൾ ഒരു ടീമിൽ 11 ആളുകൾ കളിക്കാനുണ്ടെങ്കിൽ അതിൽ ഒരാളോടാണല്ലോ ഇപ്പോൾ വലിയ മഹബത്ത്. നെയ്മർ അല്ലെങ്കിൽ മെസ്സി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടീമിലെ 11 ആളോടും മഹബത്ത് വരാതെ ഒരാളോട് മാത്രം ഇത്ര വലിയ മഹബത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ഓനാ കളിക്കൂട്ടത്തിൽ ഏറ്റവും പൂർണ്ണത നേടിയവനാണ് എന്ന ചിന്തയിൽ നിന്നാണ്. അതിനെയാണ് റാസി ഇമാം തിരുത്തുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ഏറ്റവും കാമിലായ, കമാലുൽ കമാലുള്ള അള്ളാഹുവിന് നിങ്ങൾ മഹബത്ത് വെക്കൂ. അതാണ് ഏറ്റവും അർഹതപ്പെട്ട മഹബത്ത്, ഏറ്റവും അവകാശപ്പെട്ട സ്നേഹം എന്ന് പറയുന്നത് അതാണ്. അതുമാത്രമല്ല, ലദ്ദത്ത് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ പലതിനെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ള മഹബത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലദ്ദത്താണ്, ഏറ്റവും വലിയ ആനന്ദമാണ്. ആ ആനന്ദം ആസ്വദിക്കാൻ നമുക്ക് ഭാഗ്യമില്ല എന്ന് മാത്രം. മഹാന്മാർ പറഞ്ഞില്ലേ, ലാ ശൈഅ അലദ്ദു ലിൽ ഖുലൂബി വലാ അഹ്ലാ വലാ അശ്ഹാ മിൻ മഹബ്ബത്തി ഖാലിഖിഹാ. സിട്ടാവായ റബ്ബിന്റെ മഹബ്ബത്തിനേക്കാളും അവനോടുള്ള സ്നേഹത്തെക്കാളും മനുഷ്യ ഹൃദയങ്ങൾക്ക് ഏറ്റവും ആനന്ദമുള്ള, ഏറ്റവും മധുരമുള്ള, ഏറ്റവും ടേസ്റ്റുള്ള ഒന്നും ഈ ലോകത്തില്ല. ഏറ്റവും വലിയ മധുരമുള്ള സംഭവമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ആ സ്നേഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടണം. മഹാനായ ഖസ്വാനു സാഹിദ് മഹാനവറുകളെ പറ്റി ഇബ്നുൽ ജൗസി തങ്ങൾ കിതാബു തഫ്സീറിൽ പറഞ്ഞില്ലേ, മഹാനവറുകൾ ഇങ്ങനെ അവിടെയും ഇവിടെയും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത് പോലെ ആളുകൾക്ക് തോന്നി. സംഗതി ദുനിയാവിന്റെ ചിന്തയില്ലാതെ എങ്ങനെ മസ്താനായി നടക്കുക. അപ്പൊ ആളുകൾ ചോദിച്ചു, ലൗ ജാലസ്ത ഇഖ്വാനക്ക്, കുറച്ച് ചങ്ങായിമാരെയൊക്കെ കൂട്ടിയിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ടെൻഷനൊക്കെ മാറിയിട്ടൊരു ഫ്രീ ഉണ്ടാവുമായിരുന്നല്ലോ എന്ന് ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. ഇന്നി ഉസീബു റാഹത ഖൽബി ബിമുജാലസതി മൻ ഇൻദഹു ഹാജതി. എൻ്റെ ആവശ്യങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിൻ്റെ മുജാലസത്ത് കൊണ്ട്, അവനോടുള്ള സാമീപ്യം കൊണ്ട് ഞാൻ വലിയ റാഹത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്, വലിയ ആനന്ദത്തിലാണ്. അപ്പൊ മഹാന്മാർക്ക് റബ്ബിനോടുള്ള സാമീപ്യമാണ് ഏറ്റവും വലിയ റാഹത്ത്, ഏറ്റവും വലിയ ആനന്ദം. അപ്പൊ ആ ആനന്ദം ലഭിക്കണമെങ്കിൽ മറ്റുള്ള ഇതര ഭൗതികമായ താല്പര്യങ്ങളോടുള്ള മഹബത്ത് പതിയെ പതിയെ മനസ്സിൽ നിന്ന് ഇങ്ങനെ കുറച്ചു വരണം. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിനോടുള്ള മഹബത്ത് നമുക്കിങ്ങനെ കൂടിക്കൂടി വരും. അത് ഏറ്റവും വലിയൊരു മധുരമാണ്, ഏറ്റവും വലിയ ഹലാവത്താണ്. ഈമാനിന്റെ മധുരമുണ്ടാകാൻ 3 കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്ത് അല്ലാഹുവും റസൂലും അല്ലാത്ത എല്ലാത്തിനോടുള്ള മഹബത്ത് മാറ്റിവെച്ച് അള്ളയും റസൂലും ഏറ്റവും മഹബത്തുള്ളതായി മാറിയാൽ
അത് ഈമാനിൻ്റെ മധുരം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അപ്പോൾ ആ മധുരം നുകരാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ വിനോദങ്ങളിലും കളിയിലും ഏർപ്പെടുമ്പോൾ അവരങ്ങനെ അവരെ പാട്ടിന് വിടുന്നതിന് പകരം അവരെ ഉപദേശിച്ച് നന്നാക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു നിമിഷം കൊണ്ട് നമുക്കവരെ ഇത്തരം പ്രവണതകളിൽ നിന്ന്, ഇത്തരം വിനോദങ്ങളിൽ നിന്നും കളിയിൽ നിന്നൊക്കെ മാറ്റാൻ പറ്റിയില്ലെങ്കിലും സാവകാശം നമുക്ക് ഉപദേശിച്ച് നേരെയാക്കാൻ വേണ്ടി പറ്റും. മഹാനായ സുലത്ത് ബിൻ അശ്യം റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ വലിയ സാഹിദായിരുന്നു. പലപ്പോഴും പല സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ഇബാദത്തെടുക്കും. അങ്ങനെ ഇബാദത്തിന് വേണ്ടിയിട്ട് എവിടെ പോകുമ്പോഴും ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ കളിക്കുകയും വിനോദത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അവരെ വിളിച്ചിട്ട് മഹാനവറുകൾ ഉപദേശിക്കും. അഖ്ബിറൂനി അൻ ഖൗമിൻ അറാദു സഫറാ. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു കൂട്ടം ആളുകൾ ഒരു സഫർ ഉദ്ദേശിക്കുകയാണ്, ഒരു യാത്ര ഉദ്ദേശിക്കുകയാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? ഫജാസു അന്നഹാറ അനി ത്വരീഖ്. പകൽ മുഴുവനും അവർ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ റൂട്ട് മാറിയിട്ടാ, റൂട്ട് തെറ്റിയിട്ടാ യാത്ര ചെയ്യുന്നത്. വനാമു ബില്ലയിൽ. രാത്രി മുഴുവനും അവർ കിടന്നുറങ്ങുകയും ചെയ്യുക. ഇങ്ങനെ പകൽ മുഴുവനും റൂട്ട് തെറ്റി സഞ്ചരിക്കുന്നവർ, രാത്രി മുഴുവനും കിടന്നുറങ്ങുന്നവർ നീണ്ട ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിക്കുകയാണെങ്കിൽ ഫകൈഫ യഖ്തഊന സഫറഹും. എന്നാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് യാത്രയൊന്ന് അവസാനിപ്പിക്കുക? ആ യാത്ര അവസാനിക്കോ? ഇല്ലല്ലോ. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതം. സ്വർഗമാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം. ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണ് ഈ ദുനിയാവിലെ ജീവിതം. ആ ജീവിതത്തിനിടയിൽ കളിയും വിനോദവും ഒക്കെ നിങ്ങൾ റൂട്ടുമാറി സഞ്ചരിക്കുന്നത് പോലെയാണ്. അങ്ങനെ റൂട്ടുമാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തില്ല, സ്വർഗത്തിലേക്ക് നിങ്ങൾ എത്തുകയില്ല. അതുകൊണ്ട് ഈ അശ്രദ്ധ, ഈ കളി, വിനോദം ഇതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ശരിയായ റൂട്ടിൽ ഇബാദത്തും അള്ളാഹുവിലുള്ള വിശ്വാസത്തിലായി നിങ്ങൾ ജീവിക്കണമെന്ന് മഹാനവറുകൾ നിരന്തരം ഉപദേശിക്കും. പലപ്പോഴും ആളുകൾ അത് ശ്രദ്ധിക്കൂല. എന്നാലും പലരും ശ്രദ്ധിച്ച് മഹാനവറുകളുടെ ഈ വാക്യത്തിൻ്റെ, ഈ ആശയത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി മഹാനവറുകളോട് കൂടെ കൂടിയിട്ട് നന്നായി എത്രയോ ആളുകളുടെ ചരിത്രവും കിതാബുകളിലുണ്ട്. അപ്പം നിരന്തരം നമ്മൾ ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ കുട്ടികൾ ഏർപ്പെടുമ്പോൾ അവരെ തിരുത്തിയാൽ അവരെ നന്നായി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുപ്പക്കാരെയും കുട്ടികളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അല നബിയിൽ മുസ്തഫ.